ഹായ് ഹലോ പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തരുണിനോട് സത്യങ്ങൾ പറയാനാവാതെ വേദയും അമ്മയും ഒരുപാട് കഷ്ടപ്പെടാണ്. സ്വന്തം മകളാണെന്ന് കരുതി നെഞ്ചിലേറ്റാണ് ഗൗരിയെ. അങ്ങനെ തരുണിനോട് പലപ്പോഴും വേദ സത്യങ്ങൾ പറയാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോഴൊക്കെ ഓരോന്നും അവളെ മനസ്സിലോട്ട് വന്ന് തരുണിൻ്റെ പെരുമാറ്റമെല്ലാം കണ്ട് ആ മനുഷ്യനോട് എങ്ങനെ താൻ തുറന്നു പറയുമെന്നറിയാതെ അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. ഇതിങ്ങനെ നീണ്ടുപോയാൽ മോളെ വലിയ അപകടമാണ്. അവനത് സഹിക്കാൻ കഴിയില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഗൗരിമോളുമായിട്ടുള്ള അടുപ്പം കൂടിക്കൂടി വരികയാണ്. ഗൗരി എന്ന പേര് പോലും അവൻ്റെ നെഞ്ചിനുള്ളിൽ നിന്ന് വന്നതാണ്. അവളെ മറക്കാൻ ഒരിക്കലും അവൻക്കാവില്ല. പക്ഷേ അമ്മേ, എന്തു ചെയ്യും? എങ്ങനെ അത് പറയും? നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. തരുണിനെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം. അല്ലെങ്കിൽ വലിയ ആപത്താണ്. ഭാര്യ നഷ്ടപ്പെട്ടു, കുഞ്ഞുണ്ടെന്ന് കരുതി അവൾക്ക് വേണ്ടി ജീവിക്കുക. കുഞ്ഞും ഇല്ല എന്നറിയുമ്പോൾ എൻ്റെ തരുണിനെ എനിക്ക് നഷ്ടപ്പെടുമോ? അമ്മയുടെ ചോദ്യം കേട്ട വേദ ആകെ സങ്കടത്തിലാവാണ്. ആ സമയത്താണ് തരുണ് പലപ്പോഴും ജോലിയിൽ അലസത കാണിക്കുന്നത്. അങ്ങനെ അവിടുത്തെ വലിയൊരു ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ട് ആ തരുണിനെ. അങ്ങനെ തരുണിന് വീണ്ടും ഡൽഹിയിൽ നിന്ന് ട്രാൻസ്ഫർ ആവുകയാണ്. അത് വിഷമത്തോടെയാണ് അമ്മയോടൊന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ സിറ്റിയിലെ ജോലി മതിയായി അമ്മേ. എന്ത് പറ്റി മോനെ തരുൺ? അത് പിന്നെ എനിക്ക് ട്രാൻസ്ഫർ ആയി, അതും കേരളത്തിലേക്കാണ്. പെട്ടെന്ന് ഇവിടുന്ന് ഒരു തിരിച്ചുപോക്ക് നമുക്ക് എല്ലാവർക്കും സാധ്യമാവോ എനിക്കറിയില്ല. അതെങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോകുമെന്ന് വെച്ചാൽ എന്തായാലും നാളെ പോയി ജോയിൻ ചെയ്യണം. എന്നിട്ട് ഞാൻ ഒരു ലീവ് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരാം. അവിടെ ഒരു വീട് സെറ്റാക്കിയതിനു ശേഷം ഇവിടുന്ന് മോളെയും അമ്മയും ഞാൻ കൊണ്ടുപോയിക്കോളാം. വേദയെ നോക്കുന്നുണ്ട്. വേദ ഇനി താങ്കളുടെ കൂട്ടത്തിൽ നിന്ന് പോവണം എന്ന അർത്ഥത്തിലായിരുന്നു തരുണിൻ്റെ നോട്ടം. അത് പിന്നെ മോനെ, കുറച്ച് കാലം കൂടെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. മോനെ അവിടെ ഇല്ല. എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ പോയി ജോയിൻ ചെയ്ത് കുറച്ച് ദിവസത്തെ ലീവിനെ അപേക്ഷിച്ചിട്ടേ ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരുള്ളൂ. എന്നിട്ട് അവിടെ ഒരു വീടൊക്കെ റെഡിയായതിനു ശേഷം എനിക്ക് എത്രയും പെട്ടെന്ന് മോളെയും കൊണ്ട് അങ്ങോട്ട് പോകണം. അതെങ്ങനെ തരുണേ? ഈ കുഞ്ഞിനെ ഈ ചെറുപ്രായത്തിൽ നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും? അതൊന്നും പറ്റില്ല അമ്മേ. എൻ്റെ കൂടെ എനിക്കെപ്പോഴും മോളെ കാണണം. ഞാൻ എവിടെയാണോ അവിടെ മോളും അമ്മയും ഉണ്ടാവണം എന്ന് പറഞ്ഞ് വേദയൊന്ന് നോക്കുന്നുണ്ട്. വേദയെ ഇനി കൂടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന രീതിയിലായിരുന്നു തരുണിൻ്റെ ആ നോട്ടം. അങ്ങനെ തരുണ് യാത്ര പറഞ്ഞ് പുതിയ സ്റ്റേഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സമയം അമ്മ വേദയോട് പറയും, മോളെ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മോൾക്ക് മനസ്സിലായോ? നമ്മൾ അവനോട് പറയാതിരുന്നത് വലിയ മണ്ടത്തനായിപ്പോയി. എല്ലാം അവനെ അറിയിക്കണമായിരുന്നു. പക്ഷേ അമ്മേ, മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ. ഇനി തരുണിനോട് എങ്ങനെ സത്യങ്ങൾ പറയും? എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടുമോ? ഭാര്യയും മകളും നഷ്ടപ്പെട്ടെന്നറിഞ്ഞാൽ തരുൺ പിന്നെ ജീവിച്ചിരിക്കുമോ? എനിക്കറിയില്ല മോളെ. മകളുണ്ടെന്ന ധൈര്യത്തിലായിരിക്കും ഇത്രയും കാലം സന്തോഷത്തോടെ അവൻ നിന്നത്. മകളും ഇല്ല, മകൾ തൻ്റെതല്ലെന്ന് അറിയുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മളൊന്നും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. അതെ അമ്മ, എനിക്കും തോന്നുന്നു ആ മനുഷ്യനെ നമ്മൾ ചതിക്കുന്ന പോലെ. എത്രയും വൈകാതെ നമുക്ക് സത്യങ്ങളൊക്കെ തുറന്ന് പറയാം. സാറ് നാട്ടിൽ പോയി ജോയിൻ ചെയ്ത് തിരികെ വരട്ടെ. അങ്ങനെ പുതിയ പ്രതീക്ഷയോടെ വേദ ഇരിക്കാണ്. ഈ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തരുൺ പോകുന്നുണ്ട്. ജോയിൻ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ DGPയെ വിളിച്ച് തരുൺ കാര്യം പറയാണ്. താൻ നാട്ടിൽ വന്നെങ്കിലും തൻ്റെ ഫാമിലി ഡൽഹിയിലാണ്. അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കുറച്ച് സമയം വേണം. അതുകൊണ്ട് തനിക്ക് ലീവിന് അപേക്ഷിക്കാനാണ് വിളിച്ചത്. താൻ വന്ന് ചാർജ് എടുത്തതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ലീവോ? എൻ്റെ അമ്മയും മകളും തനിച്ചാണ്. അവളെ എനിക്ക് ഈ നാട്ടിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി കുറച്ച് താമസിക്കാൻ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അത്രയും മതി സാർ ലീവ്. ശരി തരുൺ, നിന്നെപ്പോലെ പോലീസ് ഓഫീസറെയാണ് ഈ സ്റ്റേഷന് ആവശ്യം എന്ന് പറയാട്ടോ. അങ്ങനെ തരുണ് സന്തോഷത്തോടെയാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം തരുൺ അവിടുത്തെ കേസുകളും ആ ഒരു സ്റ്റേഷനിലെ കുറിച്ച് ചുറ്റുപാടുകളൊക്കെ ഒന്ന് അന്വേഷിക്കാണ്. ആ സമയത്താണ് സുധാകര മാഷ് കുറച്ച് ഒരാവശ്യത്തിനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അങ്ങനെ കോൺസ്റ്റബിളിനോട് പറയുമ്പോൾ പുതിയ CA ചാർജ് എടുത്തിട്ടുണ്ട്. മാഷിൻ്റെ കാര്യത്തിൽ, മകൻ്റെ കാര്യത്തിൽ പുതിയൊരു അന്വേഷണം പറഞ്ഞാൽ ചിലപ്പോൾ സാറ് കേൾക്കും. നല്ല മനുഷ്യനാണ് എന്ന് ആ കോൺസ്റ്റബിൾ മാഷിനോട് പറയാട്ടോ. അങ്ങനെ സാബുവിൻ്റെ അടുത്ത് വന്ന് സാബു ആണെങ്കിലോ, എന്താ നിങ്ങൾ വിക്രമിന് വേണ്ടി പരോൾ അപേക്ഷിക്കാനാണോ വന്നത്?
ആ ഒരു തെമ്മാടിയായ ഒരു മകനുണ്ടായിട്ട് മാഷിന് മനസമാധാനം കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. ആ സമയത്താണ് തരുണ് ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാഷിനെ കാണുന്നത്. സുധാകരൻ മാഷിനെ കണ്ടതും തരുണിന് ആകെ അമ്പരപ്പായിരുന്നു. മാഷേ എന്നൊരു വിളിയാണ്. മാഷേ എന്ന് വിളിച്ചതും അവൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് സുധാകരൻ മാഷിനെ. എന്നാൽ തരുണിനെ മനസ്സിലാവുന്നില്ല. തരുൺ മാഷേ എന്നെ മനസ്സിലായില്ലേ? മാഷെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മാഷ് പഠിപ്പിച്ച കണക്കുകളൊന്നും ഇന്നും ഞാൻ മറന്നിട്ടില്ല. ആ മോനെ തരുണേ, എനിക്ക് നിന്നെ പെട്ടെന്ന് മനസ്സിലായില്ല. ആ വയസ്സൊക്കെ ഒരുപാടായില്ലേ മോനെ? ആ ഞാനിവിടുത്തെ CA ആയിട്ട് ചാർജ് എടുത്തു ഇന്നാണ്. അല്ല മാഷ് എന്താ ഇവിടെ? അതെ, ഈ മാഷിൻ്റെ മകന് ഒരാളെ കൊന്ന് ജയിലിൽ കിടക്കുകയാണ്. അതിന് പരോളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കാം. കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. ആരും അറിഞ്ഞുകൊണ്ട് തെറ്റുകാരാവുന്നില്ല. ആ എന്തായാലും മാന്യമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഈ സ്റ്റേഷനിൽ അറിയപ്പെടുന്ന ഗുണ്ടയായിരുന്നു മാഷിൻ്റെ മകൻ. മറ്റുള്ളവർക്ക് കുട്ടികളെല്ലാം പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ച്, പക്ഷെ സ്വന്തം മക്കളെ നല്ല നിലയിൽ വളർത്താനോ പഠിപ്പിക്കാനോ ഈ മാഷിന് കഴിഞ്ഞില്ല. അങ്ങനെ സാബു പരിഹസിക്കുമ്പോൾ തരുൺ മാഷിനെയും കൊണ്ട് സ്വന്തം ക്യാബിലേക്ക് പോവാ. എന്തിനാ മാഷേ വന്നത്? അങ്ങനെ തൻ്റെ മകനെക്കുറിച്ചും തൻ്റെ മകൻ്റെ കേസ് വീണ്ടും അന്വേഷിക്കണമെന്നൊക്കെ കുറിച്ചൊക്കെ മാഷ് പറയുന്നുണ്ട്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അവൻക്കൊരിക്കലും ഒരാളെ കൊല്ലാൻ കഴിയില്ല. അവൻ്റെ ഭാര്യയും അവനെയും ഉപദ്രവിക്കുമായിരുന്നു. അവർ സ്വയം മറ്റെന്തോ ഒരു അബദ്ധത്തിൽ മരിച്ചതാണ്. എൻ്റെ മകൻ അറിഞ്ഞുകൊണ്ട് ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട്. മാഷിൻ്റെ വീട് എവിടെ? തൽക്കാലം കേസിനെക്കുറിച്ചൊക്കെ ഞാൻ അവിടെ വന്ന് സംസാരിച്ചോളാം. മാഷ് എവിടെയും തെറ്റാതെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞെന്നാൽ മാത്രം മതി. മാഷ് ധൈര്യമായിട്ടിരിക്കുക. മകനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞ് ആശ്വസ്തോടെയാട്ടോ മാഷ് തിരികെ പോയത്. പിറ്റേ ദിവസം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന മുമ്പേ മാഷിനെ ഒന്ന് കാണണം എന്ന് കരുതിക്കൊണ്ട് മാഷ് താമസിക്കുന്ന വീട്ടിലേക്ക് തരുൺ പോവാണ്. മുറ്റത്ത് ചെടികൾ നനച്ചുകൊണ്ട് നിൽക്കായിരിക്കും മാഷ്. തരുണിനെ കണ്ടതും ആ സാറ് ഇത്ര പെട്ടെന്ന് ഇങ്ങ് വന്നോ? അതെ, ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ മകളും എൻ്റെ അമ്മയുണ്ട്. അവരെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരണം. ഒരു എവിടെയെങ്കിലും ഒരു വീട് ഞങ്ങൾക്ക് കിട്ടുമോ നോക്കണം. ആ വീട്ടിലേക്ക് വേണം അവരെ കൊണ്ടുവരാൻ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കാലം ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് ഒരു വാടക വീട് അന്വേഷിക്കണം. ആ അതിനാണോ? മോൻ കയറിയിരിക്കും. മോൻക്ക് ചായയോ കോപ്പിയോ ഇവിടെ അതൊക്കെ ഉണ്ടാക്കി തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല അപ്പോൾ മാഷിൻ്റെ ഭാര്യ അവർ പോയി. കുറച്ച് നാൾ മുമ്പേ നെഞ്ചു പൊട്ടിയാ പോയത്. മകനെയും മരുമകളെയും കാണാതെ ആ വേദനയിൽ അവൾ ഉരുകുരുകി തീരുകയായിരുന്നു. എന്തായാലും മാഷിനുള്ള ചായ ഞാൻ എടുക്കാം. ഒരു ചായ ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തരുൺ അകത്ത് കയറി ചായ ഇടുന്നുണ്ട്. അതിന് 2 ഗ്ലാസ് ചായയുമായിട്ട് അവൻ വരുമ്പോഴാണ് ഹാളിലുള്ള ഫോട്ടോയിലേക്ക് ശ്രദ്ധിച്ചത്. വേദയെ കണ്ടതും അവൻ ആകെ നെട്ടുന്നുണ്ട്. നെട്ടിലൂടെ വിക്രമിൻ്റെയും വേദയുടെയും ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്ന തരുണിൻ്റെ അടുത്തേക്ക് മാഷി വരികയാണ്. എന്താ നീ ഇങ്ങനെ നെട്ടി നിൽക്കുന്നത്? അതെൻ്റെ മരുമകളും മകനുമാണ്. ആ മകനാണ് അവനെ ജയിലിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ആ ദിവസം എൻ്റെ മരുമകളെയും കാണാതായി. അവൾ എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല. എവിടെയാണെങ്കിലും അവൾ സുരക്ഷിതമായിട്ടിരിക്കണേ എന്നൊരു പ്രാർത്ഥനയുള്ളൂ. മരിക്കുന്നതിന് മുമ്പേ എൻ്റെ അവളെ കാണാൻ ആഗ്രഹിച്ച്. നല്ല പെൺകുട്ടിയാണ് അവൾ. നല്ല ധൈര്യശാലിയായ അവൾ എവിടെ പോയാലും തിരിച്ചു വരുമെന്ന എൻ്റെ മനസ്സ് പറയുന്നത്. ഞങ്ങൾ അതിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്. വേദയെക്കുറിച്ചറിഞ്ഞ സത്യങ്ങൾ കേട്ട് തരുണാകെ നെട്ടലോടെ നിൽക്കാം. അവളൊരു ജഡ്ജിയുടെ മകളാണ്. അവളുടെ സ്വന്തം സഹോദരനാണ്. അവളെ ഇല്ലാതാക്കാനും അവരെ വേട്ടയാടുന്നത് അവളുടെ സഹോദരൻ തന്നെയാണ്. അവളുടെ ഭർത്താവിനെയും ജയിലാക്കിയതും വേദയുടെ കഴുത്തിൽ വിക്രം താലി കെട്ടാനുള്ള സാഹചര്യവും വിക്രമിനെക്കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും മാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒടുവിൽ മാഷിൻ്റെ കൈപിടിച്ച് തരുൺ പറയുന്നുണ്ട്, മാഷ് വിഷമിക്കേണ്ട. ഞാൻ ഈ ജോയിൻ ചെയ്താൽ തന്നെ മാഷിൻ്റെ മകനെ പുറത്തിറക്കിയിട്ടേ ബാക്കി കാര്യം നോക്കൂ. എന്ത് വില കൊടുത്തു മാഷിൻ്റെ മകനെ ഞാൻ പുറത്തിറക്കും. എന്ന പോട്ടെ മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞു പോവാ. സുധാകരൻ മാഷിന് അപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ അങ്ങ് വീട്ടിലെത്തിയ തരുണ് വേദയെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഞാനിന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്തു. എവിടെയാണെന്ന് വേദക്കറിയോ? വേദയുടെ നാട് ഇനിയിപ്പോൾ അവിടെ വല്ലതും ആയിരിക്കോ? വേദയുടെ മനസ്സറിയാനായിട്ട് തരുൺ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പേരും ആ സ്ഥലപ്പേരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വേദ നെട്ടിലോടെ നിൽക്കട്ടോ. വേദക്കൊരു സുധാകരൻ മാഷിനെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും വേദ ഒന്നും മിണ്ടുന്നില്ല. എന്തിനാ വേദ സത്യങ്ങളൊന്നും പറയാതെ മറച്ചു വെച്ചത്? സുധാകരൻ മാഷിൻ്റെ സ്റ്റുഡൻ്റാണെന്ന് ഞാനെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴെങ്കിലും വേദയ്ക്ക് പറയാമായിരുന്നു. അവരൊക്കെ വേദയെ കാത്തിരിക്കുക. എവിടെയാണെന്നറിയാതെ ചങ്ക് പൊട്ടിയാണ് അവരൊക്കെ കഴിയുന്നത്. വേദ എല്ലാം മറച്ചു വെച്ചു. വേദയുടെ കഥകളൊക്കെ മാഷ് എന്നോട് പറഞ്ഞു. അവിടെ വെച്ച് വേദയുടെ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അപ്പോഴാണ് സുധാകരൻ മാഷിൻ്റെ മരുമകൾ വേദയാണെന്ന് മനസ്സിലായത്.
ആ മാഷിനോട് വേദയെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വേദയോട് ആദ്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വേദ കണ്ണീരോട് തൻ്റെ ജീവിതയാത്രയുടെ കുറിച്ച് പറയുന്നുണ്ട്. അന്നേരം തരുൺ പറയും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മാഷിന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എന്ത് വില കൊടുത്ത് മാഷിൻ്റെ മകനെ പുറത്തിറക്കുമെന്ന്. പക്ഷേ വേദയുടെ ചുറ്റും ശത്രുക്കളാണ്. വേദയോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വേദയെ ഒരുപാട് കാത്തിരുന്ന ഒരു വ്യക്തി ഇന്ന് ഈ ഭൂമിയിലില്ല. മാഷിൻ്റെ ഭാര്യ കമല, അത് മരണപ്പെട്ടു പോയി. ഒരുപാട് മകനെയും മരുമകളെയും ഓർത്ത് നീറിയാണ് മരിച്ചെന്ന് മാഷ് പറഞ്ഞു. അമ്മയുടെ നിരോധാനമോർത്ത് വേദ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. തന്നെ കൂടുതൽ സ്നേഹിക്കുകയും ആ വീട്ടിൽ വന്നത് മുതൽ തൻ്റെ കൂടെ നിന്നതും അമ്മയാണെന്നോർത്ത് വേദയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. തരുണിൻ്റെ അമ്മ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സാരമില്ല മോളെ, വിധിയായിരിക്കാം. പക്ഷേ ആ അമ്മ എന്നെ എത്ര സ്നേഹിച്ചിട്ടുണ്ട്. അവസാന നിമിഷം എനിക്ക് അവരെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേദ പൊട്ടിക്കരയാണ്. എൻ്റെ കുഞ്ഞുമായിട്ട് ചെല്ലുമ്പോൾ അമ്മയ്ക്കായിരിക്കും ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മോള് വിഷമിക്കാതെ എന്ന് പറഞ്ഞ് തരുണിൻ്റെ അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വേദയെയും കൂട്ടി തന്നെ അവർ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. വേദയ്ക്ക് തരുണുള്ളത് വലിയ സഹായമാണ്.